ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 പോരാട്ടം ആരംഭിക്കും. ആരാണ് യൂറോപ്പിലെ രാജാക്കന്മാർ എന്നുള്ള കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കാനായിട്ട് സ്പെയിനും ഇംഗ്ലണ്ടും ബെർലിനിൽ ഏറ്റുമുട്ടാൻ പോവാണ് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്. ആര് ജയിക്കും? അപ്പോൾ അത് കാണാനാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നമ്മൾ ആ മത്സരത്തിൻ്റെ ചെറിയ പ്രിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫൈനലിലേക്കുള്ള പാത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായിട്ട് തന്നെയാണ് റൗണ്ട് ഓഫ് 16 പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് ഗ്രൂപ്പിൽ ഒരൊറ്റ മത്സരം മാത്രമേ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഡെൻമാർക്കിനെതിരെയും സ്ലൊവേനിയക്കെതിരെയും സമനിലയിൽ പിരിയുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ആകെ അവർ ഗ്രൂപ്പിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് സെർബിയക്കെതിരെ 1-0 എന്നുള്ള സ്കോർ ലൈൻ ആയിരുന്നു. ഇതിൽ തന്നെ എന്താണ്, സ്ലൊവേനിയക്കെതിരെയുള്ള സമനിലയ്ക്ക് ശേഷം ഇംഗ്ലീഷ് ആരാധകർ തന്നെ ഗാരത്ത് സൗത്ത്ഗേറ്റ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൻ്റെ മാനേജറിനെ ബൂ ചെയ്യുകയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കപ്പുകളൊക്കെ എറിയുന്ന സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത്തരത്തിൽ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള പ്രകടനമായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഗ്രൂപ്പ് സ്റ്റേജിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മെല്ലെ അവർ ഈ ടൂർണമെൻറ്റിൽ ഗ്രോ ചെയ്യുന്നതായിട്ടാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഡ്രോയുടെ ബെറ്റർ ബ്രാക്കറ്റിൽ ചെന്നുപെട്ടു എന്നുള്ളതും അവർക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഘടകമായിട്ട് മാറി. അങ്ങനെ പിന്നീട് അവർ റൗണ്ട് ഓഫ് 16 സ്ലൊവാക്യക്കെതിരെ ജസ്റ്റ് എസ്കേപ്പ് ആകുന്ന ഒരു സാഹചര്യം കണ്ടു. ജൂഡ് ബെല്ലിംഗാം ക്ലച്ച് ആയതോട് കൂടിയിട്ടാണ് ആ മത്സരത്തിൽ ഓൾമോസ്റ്റ് പുറത്താകലിൻ്റെ വക്കിൽ നിന്നും ടൂർണമെൻറ്റിലേക്ക് ജൂഡ് ബെല്ലിംഗാം തൻ്റെ ആ ഒരു അക്രോബാറ്റിക് സ്ട്രൈക്കിലൂടെ ഇംഗ്ലണ്ടിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നു. 1-0 പുറകിലായിരുന്നു ഇംഗ്ലണ്ട്. അവസാനം ഇഞ്ചുറി ടൈമിൽ ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഗോളിലൂടെ സമനില പിടിക്കുകയും അങ്ങനെ എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുകയും എക്സ്ട്രാ ടൈമിൽ ഹാരി കെയിൻ്റെ ഗോളിലൂടെ അവർ വിജയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പിന്നീട് സ്വിറ്റ്സർലാൻഡിനെതിരെയായിരുന്നു അവരുടെ ക്വാർട്ടർ ഫൈനൽ മത്സരം. സ്വിറ്റ്സർലാൻഡിനെതിരെ ഷേപ്പിലും ചേഞ്ച് കൊണ്ടുവരുന്നു ഗാരത്ത് സൗത്ത്ഗേറ്റ്. ആ ഒരു 4 at the back എന്നുള്ള കാര്യത്തിൽ ചെയ്തൊരു 3 at the back നീങ്ങുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഒരു ബാലൻസ് നമുക്ക് ആ ഒരു സൈഡിൽ കാണാൻ സാധിക്കുന്നത്. ഒരു ബോക്സ് മിഡ്ഫീൽഡും കാര്യങ്ങളൊക്കെ, അതായത് 2 പിവോട്ട്. അപ്പോൾ അതിൽ തന്നെ തുടക്കത്തിൽ അദ്ദേഹം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന, എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ്, അതുപോലെ തന്നെ കോണർ ഗാലഗർ പരീക്ഷണങ്ങളൊന്നും വർക്കൗട്ട് ആകാത്ത സാഹചര്യത്തിൽ പിന്നീട് കോബി മേനു, ഡെക്ലൻ റൈസ് ആ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് നീങ്ങുന്നു. അത് വർക്കൗട്ട് ആകുന്ന തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ബോക്സ് മിഡ്ഫീൽഡായിട്ട് 2 നമ്പർ 10 ബെല്ലിംഗമും ഫോർഡനും കളിക്കുന്നു. അതിൽ തന്നെ ഫോർഡനെ ആദ്യം ലെഫ്റ്റിലാണ് കളിപ്പിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു റൈറ്റ് സ്പേസിൽ കളിക്കുന്നു. അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ടൂർണമെൻറ്റിൽ പോകെ കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് ഗാരത്ത് സൗത്ത്ഗേറ്റ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വിങ് ബാക്കുകളായിട്ട് ട്രിപ്പിയറും അതുപോലെ തന്നെ സാക്കയുമാണ് കളിക്കുന്നത്. അപ്പത്തിൽ തന്നെ ട്രിപ്പിയർ സ്റ്റിൽ കംഫർട്ടബിൾ അല്ല ആ ഒരു റോളിൽ. പക്ഷേ ലൂക്ക് ഷോയുടെ മടങ്ങി വരവ് ഈ ഇംഗ്ലണ്ട് സൈഡിന് ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പിയറൻസുകൾ. അപ്പോൾ അങ്ങനെ ആ മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിൽ പക്ഷേ സ്വിറ്റ്സർലാൻഡ് ബെറ്ററായിട്ട് കളിക്കുന്നു, അവർ ലീഡ് എടുക്കുന്നു. പക്ഷേ മത്സരത്തിലേക്ക് വീണ്ടും ഇംഗ്ലണ്ട് തിരിച്ചു വരുന്നു. ബുക്കായോ സാക്കയുടെ വണ്ടർ സ്ട്രൈക്കിലൂടെ, അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൂടെ ഇംഗ്ലണ്ട് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. പിന്നീട് മത്സരം എക്സ്ട്രാ ടൈമും കടന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഇംഗ്ലണ്ടിൻ്റെ റിഡംഷനാണ് നമ്മൾ കാണുന്നത്. കാരണം കഴിഞ്ഞ യൂറോയുടെ ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഇറ്റലിക്കെതിരെ ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സ്വിറ്റ്സർലാൻഡിനെതിരെ പെനാൽറ്റി എടുത്ത് എല്ലാവരും വളരെ കോൺഫിഡൻസോടുകൂടി എടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ആ പെനാൽറ്റി എന്ന് പറയുന്ന ആ ഒരു വല്ലാത്ത രീതിയിലുള്ള ആ ഒരു മെൻ്റൽ ബാറ്റിൽ അതുകൂടി മറികടന്നിട്ടാണ് അവരിപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി സെമി ഫൈനലിൽ അവർ ഏറ്റുമുട്ടിയിട്ടാണ് നെതർലാൻഡ്സിനെതിരെയും അവർ തുടക്കത്തിൽ തന്നെ പുറകിൽ പോകുന്നു. ഷാവി സിമോൺസിൻ്റെ ഗോളിലൂടെ ബ്യൂട്ടിഫുൾ സ്ട്രൈക്കാണ് അദ്ദേഹം ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് ഒരു പെനാൽറ്റി കിട്ടുന്നു. ഒരുപാട് ഡിസ്കഷൻസും ഡിബേറ്റും ആ പെനാൽറ്റിയെ ചൊല്ലി നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ട് അതിലേക്ക് വീണ്ടും കടക്കുന്നില്ല. ഹാരി കെയിൻ പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നു. പിന്നീട് ഗാരത്ത് സൗത്ത്ഗേറ്റിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ലേറ്റായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കോൾ പാമർ ഒലീവ് വാട്കിൻസിന് ബോൾ കൊടുത്തിട്ട് ഒലീവ് വാട്കിൻസിൻ്റെ ആ ഒരു ടൈറ്റ് ആംഗിൾ എന്നുള്ള ഫിനിഷിലൂടെ ലേറ്റായിട്ട് മത്സരത്തിൽ ഇംഗ്ലണ്ട് വിജയിക്കുന്ന ഒരു സാഹചര്യം കാണുന്നു. അതായത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ റൗണ്ട് ഓഫ് 16 പുറകിൽ പോയിട്ടുണ്ടായിരുന്നു, തിരിച്ചു വന്നു. അവർ ക്വാർട്ടർ ഫൈനലും പുറകിൽ പോയിട്ടുണ്ടായിരുന്നു, തിരിച്ചു വന്നു. അവർ സെമി ഫൈനലും പുറകിൽ പോയിട്ടുണ്ടായിരുന്നു, തിരിച്ചു വന്നു. അപ്പോൾ ഇത് യൂറോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സൈഡ് പ്രീ ക്വാർട്ടറിലും സെമി ഫൈനലിലും പുറകിൽ പോയതിനു ശേഷം കംബാക്ക് നടത്തിക്കൊണ്ട് ഫൈനലിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സൈഡിനെ സംബന്ധിച്ചിടത്തോളം അവരിൽ റെസിലിയൻസ് ഉണ്ട്, മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് ഭീകരമാണ്. അപ്പോൾ ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പലരും ഇംഗ്ലണ്ടിനെ വൺ ഓഫ് ദി ഫേവറേറ്റ്സുകളായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം അവരുടെ ആ ഒരു സ്ക്വാഡ് സ്ട്രെങ്ത് തന്നെയാണ്. അതിലേക്ക് നമ്മൾ നോക്കുന്ന സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിലെ ബെസ്റ്റ് പ്ലെയർ, കഴിഞ്ഞ സീസണിലെ ബെസ്റ്റ് പ്ലെയർ ഇംഗ്ലണ്ടിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പാനിഷ് ലീഗിലെ ബെസ്റ്റ് പ്ലെയർ ഇംഗ്ലണ്ടിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്.
ജർമ്മനിയിലെ ബുണ്ടസ് ലീഗയിലെ ബെസ്റ്റ് പ്ലെയർ കളിച്ചുകൊണ്ടിരിക്കുന്നതും എവിടെയാണ്? ഈ ഇംഗ്ലണ്ട് സൈഡിൽ തന്നെയാണ്. നല്ല കാര്യം ഓർക്കണം. അപ്പോൾ എന്തായാലും അതാണ്, അങ്ങനെയാണ് ഇംഗ്ലണ്ട് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്പാനിഷ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൂയിസ് ഡെലഫ്യുവൻറ്റയുടെ സൈഡിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പിൽ അവർ മരണ ഗ്രൂപ്പിലാണ് ചെന്നപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇറ്റലി, ക്രൊയേഷ്യ, അൽബേനിയ അടങ്ങുന്ന ഗ്രൂപ്പിൽ എല്ലാ മത്സരങ്ങളും വിജയിച്ചിട്ട് അവർ റൗണ്ട് ഓഫ് 16ലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായതുകൊണ്ട് അവർക്ക് ബെറ്റർ ബ്രാക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ചോളം ആ ഫൈനലിലേക്കുള്ള അവരുടെ യാത്ര ദുർഘടം പിടിച്ച് തന്നെയായിരുന്നു. കാരണം അവർക്ക് വമ്പന്മാർക്കെതിരെ ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ എല്ലാ കടമ്പകളും അവർ മനോഹരമായിട്ട് മറികടന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫൈനലിലേക്ക് എത്തി നിൽക്കുന്നത്. അവരുടെ ഈ ടൂർണമെൻറ്റിൽ എല്ലാ മത്സരങ്ങളും വിജയിച്ചിട്ടാണ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. 6 മത്സരങ്ങളിലും അവർ വിജയിച്ചിട്ടാണ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഗ്രൂപ്പിൽ അവർ ക്രൊയേഷ്യക്കെതിരെ തമ്പിങ് വിക്ടറി നേടുന്നത് നമ്മൾ കണ്ടു, ഇറ്റലിക്കെതിരെ വിജയിക്കുന്നത് നമ്മൾ കണ്ടു, അൽബേനിയക്കെതിരെ വിജയിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ റൗണ്ട് ഓഫ് 16 കാര്യം എടുത്തു കഴിഞ്ഞാൽ റൗണ്ട് ഓഫ് 16 ജോർജിയക്കെതിരെ അവർ പുറകിൽ പോകുന്നു, പക്ഷേ തിരിച്ചു വരുന്നു. റോഡ്രിയാണ് അവർ ഈക്വലൈസർ ഗോൾ അടിക്കുന്ന ക്ലച്ച് മൊമെൻറ്റിൽ റോഡ്രി ഡെലിവറി ചെയ്ത് നമ്മൾ കാണുന്നു. പിന്നീട് അവർ ആ മത്സരം 4-1 എന്നുള്ള സ്കോർ ലൈന് കംഫർട്ടബിളായിട്ട് വിജയിച്ച് കയറുന്ന സാഹചര്യം നമ്മൾ കണ്ടു. പിന്നീട് അവരെ സംബന്ധിച്ചോളം ക്വാർട്ടർ ഫൈനലിൽ വലിയൊരു ടാസ്ക് ആയിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. അതായത് ആതിഥേയരായിട്ടുള്ള ജർമ്മനിക്കെതിരെ ജർമ്മൻ മണ്ണിൽ ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം. പക്ഷേ അവർ അതും വിജയിച്ചു കയറുന്നു. ആദ്യം ഇത്തവണ ഗോളടിച്ച സ്പെയിനാണെങ്കിൽ മത്സരത്തിലേക്ക് തിരിച്ചു വന്നത് ലേറ്റായിട്ട് ജർമ്മനിയാണ്. അതിനിടയിൽ ഡെലഫ്യുവൻറ്റെ നടത്തിയിട്ടുള്ള ആ ഒരു ചേഞ്ചസുകൾ, അതായത് ഡിഫെൻസീവ് ചേഞ്ചസിനെ കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ജർമ്മനി തിരിച്ചു വരുന്നു. പക്ഷേ എക്സ്ട്രാ ടൈമിൽ മെറീനോയുടെ വണ്ടർ ഹെഡർ ഗോളിലൂടെ അവർ വിജയിച്ചു കയറുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതൊരു ഗ്രേറ്റ് ഹെഡറാണ്. ഡാനി ഓൾമോ സെൻസേഷനായിട്ട് ആ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ആ മത്സരത്തിൽ തന്നെ അവർക്ക് പെഡ്രിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെയായിരുന്നു അവരുടെ പോരാട്ടമുണ്ടായിരുന്നു, മൈറ്റി ഫ്രാൻസിനെതിരെ. അപ്പോൾ സ്ക്വാഡ് സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള സ്ക്വാഡ് സ്ട്രെങ്ത് ഉണ്ടായിരുന്ന 3 സൈഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫ്രാൻസ്, മറ്റൊന്ന് ഇംഗ്ലണ്ട്, മറ്റൊന്ന് പോർച്ചുഗൽ എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും വലിയ സ്ക്വാഡ് സ്ട്രെങ്ത് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സൈഡിനെതിരെ സെമി ഫൈനലിൽ അവർ ഏറ്റുമുട്ടുന്നു. ഫ്രാൻസ് ആദ്യം ഗോളടിക്കുന്നു, പക്ഷേ ഗ്രേറ്റ് റിയാക്ഷനാണ് നമുക്ക് ഈ സ്പാനിഷ് സൈഡിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ടൂർണമെൻറ്റിലുടനീളം അവരുടെ 2 ഫ്ലാങ്കിലൂടെയും മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നമ്മളെയൊക്കെ ഞെട്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നീക്കോ വില്യംസും ലമീൻ യമാലും ഈ മത്സരത്തിലും മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് അന്ന് 16 വയസ്സുണ്ടായിരുന്ന ഇപ്പോൾ 17 വയസ്സായിട്ടുള്ള ലമീൻ യമാലിൻ്റെ ആ ഒരു വണ്ടർ ഗോൾ തന്നെയാണ്. ആ വണ്ടർ ഗോളിലാണ് മത്സരം തിരിച്ചു പിടിക്കാനുള്ള പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് സ്പാനിഷ് പട. പിന്നീട് ഡാനി ഓൾമോയുടെ വണ്ടർ സ്ട്രൈക്കിലൂടെ, മാജിക്കൽ സ്ട്രൈക്കിലൂടെ അവർ ലീഡ് എടുക്കുന്നു. ആ ലീഡ് അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഫ്രഞ്ചിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് സ്പാനിഷ് ഡിഫൻസിനെ ബ്രീച്ച് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ 2-1 എന്നുള്ള സ്കോർ ലൈൻ 90 മിനിറ്റിൽ തന്നെ വിജയിച്ചിട്ടാണ് അവർ ഫൈനലിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് സ്പാനിഷ് പടയുടെ ഫൈനലിലേക്കുള്ള യാത്ര. അപ്പോൾ അതാണ് ഇനി ഈ ഫൈനലിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ നമ്മൾ ഗാരത്ത് സൗത്ത്ഗേറ്റിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലീഷ് സൈഡ് ബാക്ക് ടു ബാക്ക് യൂറോ ഫൈനലിലേക്ക് എത്തുന്നത്. അത് ഈ ഗാരത്ത് സൗത്ത്ഗേറ്റിൻ്റെ കീഴിലാണെന്നുള്ള കാര്യം ഓർക്കണം. ഇത് അവരുടെ തന്നെ ചരിത്രത്തിലെ 3ാമത്തെ മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് ഫൈനൽ അപ്പിയറൻസ് മാത്രമാണ് അവർ നടത്തുന്നത്. അതായത് 1966 ആൽ ഫ്രാംസി എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ വേൾഡ് കപ്പ് നേടിയതിന് ശേഷം അവർ മറ്റൊരു മേജർ ഇൻ്റർനാഷണൽ ഫൈനലിൻ്റെ അപ്പിയറൻസ് നടത്തുന്നത് കഴിഞ്ഞ യൂറോയിൽ ഗാരത്ത് സൗത്ത്ഗേറ്റിൻ്റെ കീഴിലാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഗാരത്ത് സൗത്ത്ഗേറ്റ് മറ്റൊരു യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ കൂടി ഈ ഇംഗ്ലീഷ് സൈഡിനെ എത്തിച്ചിരിക്കുകയാണ്. എങ്ങനെ എത്തിച്ചു എന്നുള്ളതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, എത്തിയില്ലേ അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ അതിൽ പലരും പറയുന്ന പോലെ അവർ ബോറിംഗ് ഫുട്ബോളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും ഫുട്ബോൾ മൾട്ടിപ്പിൾ രീതിയിൽ കളിക്കാം. ശരിയാണ്, ലക്ക് ഫാക്ടർ കാര്യമായിട്ട് അവർക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അതും ഫുട്ബോളിൽ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. ലക്കും ഫുട്ബോളിലുള്ളൊരു സംഭവം തന്നെയാണ്. അതോടൊപ്പം തന്നെ അവരുടെ മെൻറ്റൽ ആ ഒരു റെസിലിയൻസും ആ ഒരു കംബാക്ക് നടത്താനുള്ള ആ ഒരു ആ ഒരു ഫോർട്ടിറ്റ്യൂഡിനൊക്കെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ എന്തായാലും ഗാരത്ത് സൗത്ത്ഗേറ്റിനെ സംബന്ധിച്ചോളം 1996 യൂറോയിൽ ചെങ്ങായി ഈ ഇംഗ്ലീഷ് സൈഡിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഏറ്റവും വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് അന്ന് യൂറോയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം സെമി ഫൈനലിൽ ജർമ്മനിക്കെതിരെ ഇംഗ്ലണ്ട് പരാജയപ്പെട്ടു പോകുന്നത് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ്. അന്ന് മത്സരം 1-1 എന്നുള്ള നിലയിലാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സ്ട്രാ ടൈമും കഴിയുമ്പോൾ അതേ സ്കോറിൽ തന്നെ നിൽക്കുന്നു. അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 2 സൈഡുകളെ സംബന്ധിച്ചോളം ആദ്യത്തെ 5 കിക്കുകൾ ഗോളാക്കുന്നു. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ 6ാമത്തെ കിക്ക് എടുക്കാനാണ് ഗാരത്ത് സൗത്ത്ഗേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഗാരത്ത് സൗത്ത്ഗേറ്റിൻ്റെ കിക്ക് അന്ന് ജർമ്മൻ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. അങ്ങനെ ജർമ്മനി പിന്നെ അവരുടെ 6ാമത്തെ കിക്ക് ഗോളാക്കിയിട്ട് അവർ ഫൈനലിലേക്കുള്ള പ്രവേശനം നേടിയെടുക്കുന്ന സാഹചര്യങ്ങൾ കണ്ടു. അത് ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻ്റ് ആയിരുന്നു. ഗാരത്ത് സൗത്ത്ഗേറ്റിനെ സംബന്ധിച്ചോളം ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻ്റ് ആയിരുന്നു. ഇംഗ്ലീഷ് ആരാധകരെ സംബന്ധിച്ചോളം, ഇംഗ്ലീഷ് ടീമിനെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷം നമ്മൾ ഈ ഇംഗ്ലീഷ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ
ഈ ഗാരത്ത് സൗത്ത്ഗേറ്റ് മാനേജറായി വരുന്നത് വരെ അവർക്ക് കാര്യമായിട്ടുള്ള എന്താ പറയുക അച്ചീവ്മെൻറ്റുകളെക്കുറിച്ചോ അല്ലെങ്കിൽ നേട്ടങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ കുറേ അൺലക്കി മൊമെൻറ്റ്സ് അവരുടെ ഈ ഒരു യാത്രയിൽ സംഭവിച്ചിട്ടുണ്ട്. ഫ്രാങ്ക് ലംപാർഡിൻ്റെ വേൾഡ് കപ്പിലെ ആ ഒരു ഡിസലോഡ് ഗോളൊക്കെ അതൊക്കെ ഗോളാണ്. ഇന്ന് ഗോൾ ലൈൻ ടെക്നോളജി ഉള്ള സാഹചര്യത്തിൽ അത് എന്തായാലും ഗോളാകും. അന്ന് അത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചോളം അത് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഡേവിഡ് ബെക്കാമിന് അന്ന് കൊടുത്ത റെഡ് കാർഡ് അതൊന്നും ഒരു റെഡ് കാർഡായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അത് അൺലക്കി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഈ ഹാൻഡ് ഓഫ് ഗോഡ്, ഡിയേഗോ മറഡോണയുടെ ഹാൻഡ് ഓഫ് ഗോഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ടെക്നോളജി അന്ന് ഉണ്ടായിരുന്നെങ്കിൽ അത് ഗോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് അൺലക്കി മൊമെൻറ്റ്സ്, നിർഭാഗ്യത്തിൻ്റെ കയ്പുനീര് അനുഭവിച്ചിട്ടുള്ളൊരു സൈഡാണ് ഇംഗ്ലീഷ് സൈഡ്. അപ്പോൾ ഇനി അവരെ സംബന്ധിച്ചോളം ഇത്തവണ ഈ സ്പാനിഷ് പടയ്ക്കെതിരെ ഫൈനലിൽ വിജയിച്ച് കയറാൻ സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. ലക്ക് ഫൈനലി അവരുടെ ഭാഗത്താണോ ഉള്ളത്? ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നൊരു കാര്യം. ഇനി നമ്മൾ ഈ സ്പാനിഷ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മാനേജറായിട്ടുള്ള ലൂയിസ് ഡെല ഫ്യുവൻറ്റയ്ക്കും ചെറിയ തോതിൽ കഥയൊക്കെ പറയാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 63-കാരനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഒരു മേജർ പണി സീനിയർ ജോബ് എടുക്കുന്നത് ഇപ്പോഴാണ്. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് നോക്കുമ്പോൾ അലാവസ് എന്ന് പറയുന്ന സ്പാനിഷ് സൈഡിനെ മാനേജ് ചെയ്തിട്ടുണ്ട് ചങ്ങായി. പക്ഷേ വളരെ കുറച്ച് സമയം അദ്ദേഹം അവിടെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അദ്ദേഹം സെവിയയുടെ അക്കാഡമിയെ മാനേജ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്ലറ്റിക് ബിൽബാവോയുടെ ബി ടീമിനെയും അക്കാഡമിയൊക്കെ മാനേജ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്പാനിഷ് സൈഡിനെ തന്നെ അണ്ടർ-19 അണ്ടർ-21 ടീമിനെയൊക്കെ മാനേജ് ചെയ്ത പരിചയമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അങ്ങനെ 2023 അദ്ദേഹത്തെ ഈ ഒരു എന്താ പറയുക സ്പാനിഷ് സീനിയർ ടീമിൻ്റെ ജോലി കൊടുക്കുന്നത്. ഇനി ഇതിൽ 2013 ഈ മനുഷ്യൻ ഈ സ്പാനിഷ് അണ്ടർ-19 ജോബ് ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ അവിടെ റോഡ്രിയും മിക്കേൽ മെറീനോ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നോക്കണം. അവിടെ 2 വർഷങ്ങൾക്ക് ശേഷം നടന്ന യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് അണ്ടർ-19 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്പെയിൻ ജേതാക്കളായിട്ടുണ്ടായിരുന്നു. പിന്നീട് 2018 ഈ സെയിം ചങ്ങായി തന്നെ സ്പാനിഷ് അണ്ടർ-21 ടീമിനെയും മാനേജ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടു. എന്നിട്ടോ ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം അണ്ടർ-21 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് കിരീടവും സ്പാനിഷ് ടീമിന് നേടിക്കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അന്നോ ആ ടീമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അറിയാം? ഇപ്പോഴത്തെ സ്പാനിഷ് ഗോൾ കീപ്പറായിട്ടുള്ള ഉനായ് സിമോൺ ഉണ്ടായിരുന്നു, ഫാബിയൻ റൂയിസ്, ഡാനി ഓൾമോ, ഒയർസബാൽ, മെറീനോ, ഇവരൊക്കെ ആ ടീമിലുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്വാഡിലുള്ള 26 പേരിൽ 15 പേരെയും മുമ്പ് ഈ ചെങ്ങായി മാനേജ് ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രത്യേകതയുണ്ട്. അതായത് ഒന്നുകിൽ എന്താണ് ഈ യൂത്ത് ടീമിലായിട്ടോ അല്ലെങ്കിൽ ഒളിമ്പിക് ടീമിൻ്റെ ഭാഗമായിട്ടോ ഈ ചെങ്ങായി മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ശരിക്കും ഇതിലുള്ള കോർ പ്ലേയേഴ്സിനെ കൃത്യമായിട്ടും അവരുടെ എല്ലാം ലൂയിസ് ഡെല ഫ്യുവൻറ്റയ്ക്ക് അറിയാമെന്നുള്ളതാണ്. അവരുടെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ് എല്ലാം കൃത്യമായിട്ട് അറിയാം. കാരണം അവരെ ആ വളരെ ചെറിയ പ്രായത്തിൽ കോച്ച് ചെയ്തിട്ടുള്ള ചങ്ങായാണ് നമ്മുടെ ലൂയിസ് ഡെല ഫ്യുവൻറ്റെ. അപ്പോൾ അത് നമുക്ക് ഈ ടൂർണമെൻറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചെങ്ങായിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്രം നല്ല രീതിയിലൊന്നും ആയിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ശരിക്കും എന്താണ് ആ ടീം നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ കളിക്കുകയാണ്. പൊസഷൻ സറണ്ടർ ചെയ്യാൻ പോലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സൈഡാണ് ഇപ്പോഴത്തെ സ്പെയിൻ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പലതവണ സംസാരിച്ചുള്ളൊരു സംഭവമാണ്. അതിലേക്ക് ഞാനിനി കടക്കുന്നില്ല. ഇനി ഈ സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതുവരെ കാര്യങ്ങളെല്ലാം സ്മൂത്താണ്. മികച്ച രീതിയിലുള്ള പോരാട്ടങ്ങൾ അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 6 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് അവർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഫൈനലിൽ അവർക്ക് അടി തെറ്റുമോ? ഇംഗ്ലണ്ട് ജയിച്ചു കയറുമോ? നമുക്കറിയില്ല. നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. ഈ മത്സരത്തിലെ പ്രധാനപ്പെട്ട എന്താ പറയുക കീ ബാറ്റിലുകളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഈ സ്പാനിഷ് സൈഡിൽ വീക്ക്നെസ്സുകൾ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ വീക്ക്നെസ്സുകൾ എല്ലാ സ്ക്വാഡിലുണ്ടാകും, എല്ലാ സൈഡിലും ഉണ്ടാകും. ഇംഗ്ലീഷ് സൈഡിലും വീക്ക്നെസ് ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്പാനിഷ് ലൈനപ്പ് പ്രെഡിക്റ്റഡ് ലൈനപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ കാർവഹാൽ തിരിച്ചു വരുന്നത് ഈ സ്പാനിഷ് സൈഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം ബിഗ് ഗെയിം പ്ലെയറാണ് കാർവഹാൽ. നമുക്കറിയാം റയൽ മാഡ്രിഡിൻ്റെ കുപ്പായത്തിൽ നിരവധി തവണ അദ്ദേഹത്തിൻ്റെ പ്രസൻസ്, അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരുന്നു. ആ റൈറ്റ് ബാക്ക് റോള് ബിഗ് ബൂസ്റ്റാണ് സ്പാനിഷ് സൈഡിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ നാച്ചോ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഫ്രാൻസിനെതിരെ. അദ്ദേഹം തന്നെ ആ ഒരു സ്പോട്ട് പിന്നെ കീപ്പ് ചെയ്യുമോ അതോ ലെനോർമാൻ അദ്ദേഹം സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചിട്ടാണ് ലെനോർമാൻ തന്നെ ലെപ്പോർട്ടയുടെ കൂടെ ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ കുക്കുരയ ലെഫ്റ്റ് ബാക്ക് ആയിട്ട്. ഇനി നമ്മൾ മിഡ്ഫീൽഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സർപ്രൈസ് ആയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അതായത് എന്താണ് റോഡ്രി, ഫാബിയാൻ റൂയിസ്, ഓൾമോ മിഡ്ഫീൽഡ് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ പെഡ്രിക്ക് പകരം ആണ് ഓൾമോ വന്നിട്ടുള്ളത്. ഓൾമോ ഈ ഒരു നോക്കൗട്ട് സ്റ്റേജസിലൊക്കെ മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ മിഡ്ഫീൽഡിലെ എന്ന് മാത്രമല്ല ഈ സ്പാനിഷ് സൈഡിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ അത് റോഡ്രി തന്നെയാണ്. റോഡ്രി ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. അതായത് എന്താണ് നമ്മൾ പറയുക ചെങ്ങായിനെ കുറിച്ചിട്ട്? അദ്ദേഹമാണ്
ഈ ടീമിൻ്റെ ടെമ്പോ സെറ്റ് ചെയ്യുന്ന ഒരാൾ, അതുപോലെ തന്നെ ഒടുക്കത്തെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗെയിം റീഡിങ് എബിലിറ്റി, ഇനി ഫൗൾ ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ ഫൗളും ചെയ്യും. വളരെ എന്താ പറയുക, ടാക്റ്റിക്കലായിട്ടുള്ള ഫൗൾ ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. ഒഫൻസീവ് കോൺട്രിബ്യൂഷൻ അദ്ദേഹം നടത്തും. ഒരു സെൻസേഷണൽ പ്ലെയറാണ്. അപ്പോൾ റോഡ്രിയെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളൊരു ദൗത്യം കൂടി ഇംഗ്ലണ്ടിൻ്റെ മുന്നിലുണ്ടാകും. അത് ആര് ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായിട്ടുള്ളത്. പിന്നെ ഫാബിയൻ റൂയിസ് സെൻസേഷണൽ ടൂർണമെൻറ്റാണ് ചെന്നൈക്ക് ഈ സോഫാർ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ബോക്സിലേക്ക് അറൈവ് ചെയ്യുന്ന രീതി, അദ്ദേഹം പിന്നെ എന്താ പറയുക മിഡ്ഫീൽഡിൽ ബോൾ സർക്കുലേറ്റ് ചെയ്യുന്ന രീതി, നീക്കോ വില്യംസിനെ പിക്ക് ചെയ്യുന്ന രീതി, പിന്നെന്താണ് ഈ പിന്നെ ബോക്സിലേക്ക് കൃത്യമായിട്ട് അറൈവ് ചെയ്തിട്ട് അദ്ദേഹം എന്താ പറയുക മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ബോക്സിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർ 8 ആയിട്ട് തന്നെയാണ് ഫാബിയൻ റൂയിസും കളിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ച രീതിയിൽ. പിന്നെ ലപ്പോർട്ടിൻ്റെ ഡിഫൻസിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഓൺ ദ ബോളുള്ളത് നമുക്ക് മറക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ തഴഞ്ഞു കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ലൈൻ ബ്രേക്കിംഗ് പാസുകളൊക്കെ ലപ്പോർട്ട് കൊടുക്കുന്നതൊക്കെ ഭീകരമാണ്. ലപ്പോർട്ടും റോഡ്രിയും തമ്മിലുള്ള ആ ഒരു സിങ്ക് ഭീകരമാണ്. ലപ്പോർട്ടും ഫാബിയൻ റൂയിസും തമ്മിലുള്ള സിങ്ക് ഭീകരമാണ്. പിന്നെ ഫോർവേഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊറാട്ട തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ ഒരു എന്താണ് ഫ്രാൻസിനെതിരെയുള്ള മത്സരത്തിന് ശേഷം സെലിബ്രേഷൻ ഇടയിൽ എന്താണ് ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് അദ്ദേഹത്തെ ടാക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മുട്ടിന് പരിക്ക് പറ്റിയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അത് അത്ര വലിയ പ്രശ്നമാണെന്നുള്ളത് കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഇടവും വലവും നീക്കോ വില്യംസും ലമീൻ യമാലുമാണ്. ഇതാണ് സ്പാനിഷ് ലൈനപ്പ് ഉണ്ടായിരിക്കുക. ഇംഗ്ലീഷ് ലൈനപ്പ് എന്താണ് ഇപ്പോൾ സൗത്ത് ഗേറ്റ് സംബന്ധിച്ചിടത്തോളം ലൂക്ക് ഷോ എത്രത്തോളം ഫിറ്റ് ആണെന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ലൂക്ക് ഷോയെ ആ ഒരു ലെഫ്റ്റ് വിങ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആ ഒരു 3 at the back സിസ്റ്റം തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങളിലും അത് മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി നമ്മൾ കണ്ടു. പ്രധാനമായിട്ടും നെതർലാൻഡ്സിനെതിരെയുള്ള ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഇംഗ്ലണ്ട് ഈ ടൂർണമെൻറ്റിൽ കളിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ഹാഫായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു, നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിഫൻസിൽ മിക്കവാറും കൈൽ വാക്കർ, ആ ഒരു RCB, സ്റ്റോൺസ്, ഗെഹി ഇതന്നെയായിരുന്നു ഡിഫൻസിലുണ്ടായിരിക്കുക. ലെഫ്റ്റ് വിങ് ബാക്കായിട്ട് ആര് ട്രിപ്പിയർ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നിട്ട് ലൂക്ക് ഷോ ബെഞ്ചിൽ നിന്ന് വരുമോ അതോ ലൂക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. റൈറ്റ് വിങ് ബാക്കായിട്ട് സാക്ക തന്നെയായിരിക്കും. ഡബിൾ പിവോട്ടിൽ മെയിനും ഡെക്ലൻ റൈസും, അവർക്ക് മുമ്പിൽ ലെഫ്റ്റ് സൈഡിൽ 10 ആയിട്ട് ബെല്ലിംഗാം, റൈറ്റ് സൈഡ് 10 ആയിട്ട് നമ്മുടെ ഫോർഡൻ്റെയൊക്കെ മികച്ച പെർഫോമൻസ് നമ്മൾ കണ്ടത് കഴിഞ്ഞ മത്സരത്തിലാണ്. പിന്നെ ഹാരി കെയ്ൻ സ്റ്റാർട്ട് ചെയ്യുമോ അതോ ഒലി വാറ്റ്കിൻസിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഹാരി കെയ്നെ ഫൈനലിൽ ഗാരത്ത് സൗത്ത്ഗേറ്റ് ഡിച്ച് എന്നുള്ളത് ഞാൻ കരുതുന്നില്ല. ചെന്നൈ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും പൊട്ടൻഷ്യൽ ലൈനപ്പുകൾ. ഇനി സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം, ഈ പിന്നെ സ്പാനിഷ് വിങ്ങേഴ്സിനെ എങ്ങനെ ഇംഗ്ലീഷ് ഫുൾ ബാക്കുകൾ അല്ലെങ്കിൽ വിങ് ബാക്കുകൾ ടാക്കിൾ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫാബിയൻ റൂയിസിൻ്റെ ഒക്കെ ഇമ്പാക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നെ നീക്കോ വില്യംസ് ലെഫ്റ്റിൽ ഇപ്പോൾ കൈൽ വാക്കറുമായിട്ടും അതുപോലെ തന്നെ ബുക്കായ സാക്കയുമായിട്ടുള്ളൊരു ബാറ്റ് ഉണ്ടായിരിക്കും. ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമം ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ സംഭവം വെച്ചാൽ, ഈ നീക്കോ വില്യംസിലേക്ക് ഫുൾ ബാക്കോ വിങ് ബാക്കോ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഫാബിയൻ റൂയിസ് ഈ ലെഫ്റ്റിലൂടെ റൺ നടത്തും. അപ്പോൾ അവിടെ ഈ മിഡ്ഫീൽഡിൽ നിന്ന് മെയിനുവിൻ്റെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമാണ്. അപ്പോൾ മെയിനു മികച്ച രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കമ്പോസറാണ് ചെങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിനുവിൻ്റെ ഒരു പ്രധാന ദൗത്യം ഇത്തരത്തിലുള്ള റണ്ണുകളെ ട്രാക്ക് ചെയ്യുക എന്നുള്ളത് കൂടി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഫാബിയൻ റൂയിസിൻ്റെ ആ ഒരു റണ്ണ് ട്രാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പോലും എന്താ സംഭവം എന്ന് വെച്ചാൽ എഡ്ജ് ഓഫ് ദ ബോക്സിൽ സ്പേസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടേക്ക് റോഡ്രി അറൈവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിടേക്ക് മറ്റ് ഓൾമോ അറൈവ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഓൾമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കളിക്കാനാണ് സാധ്യത. ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കും. ആ ഒരു 10 റോൾ ഫ്ലോട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഒരു ക്ലിയർ 8 ആയിട്ടായിരിക്കില്ല ചങ്ങായി കളിക്കുന്നുണ്ടായിരിക്കുക. പിന്നെന്താണ്, മൊറാട്ട നമുക്കറിയാം, അദ്ദേഹം പിന്നെ നല്ല രീതിയിൽ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യത്തിൽ എന്താണ്, ആ ബോക്സിലേക്കുള്ള റണ്ണ് ചിലപ്പോൾ നടത്തുക ഒരു സ്ട്രൈക്കറിനെ പോലെ റണ്ണ് നടത്തുക ഡാനി ഓൾമോ ആയിരിക്കും. അപ്പോൾ ഓൾമോയുടെ റണ്ണ് ട്രാക്ക് ചെയ്യണം, ഫാബിയൻ റൂയിസിൻ്റെ റണ്ണ് ട്രാക്ക് ചെയ്യണം. ഇംഗ്ലീഷ് സൈഡ് സംബന്ധിച്ചോളം ആ ഒരു ഏരിയയിൽ ശരിക്കും ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെന്താണ്, ലമീൻ യമാൽ ഇപ്പുറത്ത്. ലമീൻ യമാൽ വേഴ്സസ് ട്രിപ്പിയർ ആണെങ്കിൽ ഒരു മിസ് മാച്ച് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോ ഇനി ലൂക്ക് ഷോ ആണെങ്കിൽ ലൂക്ക് ഷോ എത്രത്തോളം ഫിറ്റാണ് ലമീൻ യമാലിനെ ട്രാക്ക് ചെയ്യാൻ, അദ്ദേഹത്തെ ടാക്കിൾ ചെയ്യാൻ എന്നുള്ളത് കാത്തിരുന്ന് കാണുന്ന വിഷയമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബാറ്റിലുണ്ട്. ഇനി വേറൊരു സംഭവം, ഇവർ രണ്ടുപേരും ഇൻവേർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ലമീൻ യമാലാണെങ്കിൽ നീക്കോ ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഈ സ്പാനിഷ് ഫുൾ ബാക്കുകൾ പിന്നെ എന്താ പറയുക ഓവർലാപ്പിംഗ് റണ്ണുകൾ നടത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കാർവഹാലൊക്കെ അതിൽ ഉസ്താദാണ്. അല്ല, കാർവഹാൽ അണ്ടർലാപ്പിംഗ് റണ്ണുകൾ നടത്തുന്നതിൽ മിടുക്കനാണ്. കുക്കുരയും അത്തരത്തിൽ പല സിറ്റുവേഷനിലും അണ്ടർലാപ്പിംഗ് റണ്ണുകൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ട്രഡീഷണൽ വിങ് പ്ലേ ആണ്. അല്ലാതെ ഇത് പുതുതായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. ട്രഡീഷണലായിട്ട് എങ്ങനെയാണോ വിങ്ങേഴ്സ് കളിക്കുക, വിങ്ങേഴ്സ് പ്രവർത്തിക്കുക, ഫുൾ ബാക്ക് വിങ്ങർമാർ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ആ രീതിയിൽ തന്നെയാണ് സ്പെയിൻ വിങ്ങിലൂടെ കളിക്കുന്നത്.
അപ്പോൾ അത് എങ്ങനെ ഇംഗ്ലണ്ടിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതാണ് ഒരു പ്രധാന ബാറ്റിലായിട്ടുള്ളത്. ഇനി ഇതോടൊപ്പം തന്നെ മിഡ്ഫീൽഡിൽ റോഡ്രിയെ എങ്ങനെ ഇംഗ്ലണ്ടിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അതിന് ഒരു 10 ഒഴിവാക്കിക്കൊണ്ട്, അതായത് ഒരു ഫോർഡനെയോ ബെല്ലിംഗാമിനെ ഒഴിവാക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഗാലഗറിനെ പോലെയുള്ള ഒരു താരത്തെ വെച്ച് ഈ റോഡ്രിയെ മാൻമാർക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം ഗാരത്ത് സൗത്ത്ഗേറ്റ് നടത്തുമോ? റോഡ്രിയെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും ഗുണം ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഫാബിയൻ റൂയിസും മികച്ച രീതിയിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെ സ്റ്റോപ്പ് ചെയ്യും? അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു മാൻമാർക്കിംഗ് ജോബിന് പിന്നെ സൗത്ത്ഗേറ്റ് പോകുന്നുള്ളത് ഞാൻ കരുതുന്നില്ല. പിന്നെന്താണ് ഇതിൽ ഈ സ്പാനിഷ് സൈഡിനെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല പ്രസ്സിങ് യൂണിറ്റാണ്. അപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിൽ നിന്ന് കാര്യമായിട്ട് അത്ര എളുപ്പത്തിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല എന്നതാണ്. അപ്പോൾ ലോങ് പോകുന്ന അവസരങ്ങൾ തന്നെയായിരിക്കും കൂടുതലും ഇംഗ്ലണ്ട് നടത്താൻ സാധ്യതയുള്ളത്. പിക്ഫോർഡ് അത്തരത്തിൽ ലോങ് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സ്പാനിഷ് പ്രസ് മികച്ചതാണ്. ഇനി ഈ സ്പെയിനിൻ്റെ മിഡ്ഫീൽഡ് വളരെ ഹൈ ആയിട്ട് കളിക്കുന്ന ഒരു സൈഡാണ്. അപ്പോൾ അവർ ഭയങ്കര ഹൈ ആയിട്ടാണ് കളിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വിക്കായിട്ട് ബോള് വിങ് പ്ലേയേഴ്സിലേക്ക്, ഇപ്പോൾ സാക്കയിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റിലാണെങ്കിൽ വിട്ടില്ല, അപ്പോൾ സാക്കയിലേക്ക് തന്നെ എത്തിക്കേണ്ടി വരും. അങ്ങനെ സാക്കയിലേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സാക്ക ആ ഒരു കുക്കുരയ 1v1 ബാറ്റിലൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനാരിയോ ആയിരിക്കും. അപ്പോൾ എന്താണ് കുക്കുരയ വേഴ്സസ് സാക്ക ബാറ്റിലൊക്കെ നമ്മൾ മുമ്പും കണ്ടുള്ള സംഭവമാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് സാക്കയിലേക്ക് ബോൾ എത്തിച്ചു കൊടുക്കാൻ ഇംഗ്ലണ്ടിന് സാധിക്കുമെന്നുള്ളതാണ്. സ്പേസ് ഉണ്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യാൻ ഈ സ്പാനിഷ് ഡിഫൻസിൻ്റെ പുറകിലൊക്കെ അത്തരത്തിൽ പെട്ടെന്ന് 1v1 സിറ്റുവേഷനിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ. കാരണം സ്പാനിഷ് സൈഡ് അത്തരത്തിൽ സ്പേസൊക്കെ അലോ ചെയ്യുന്ന ഒരു സൈഡാണ്. കാരണം എന്ന് വെച്ചാൽ അവർ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്ന സൈഡാണ്. അപ്പോൾ എന്താണ്, അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത്തരത്തിൽ മുമ്പോട്ട് കയറി പ്രസ് ചെയ്യുമ്പോൾ, ഈവൻ മിഡ്ഫീൽഡും കയറി പ്രസ് ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും സ്പേസ് വരും. ആ സ്പേസ് എത്രത്തോളം ഇംഗ്ലണ്ടിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ള സംഭവം. പിന്നെന്താണ്, ഈ ഡെലഫിൻ്റെ സൈഡിനെ സംബന്ധിച്ചോളം അവർ എന്താ പറയുക, പല രീതിയിൽ കളിക്കാൻ പ്രാപ്തരാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ്, അവർ ലോങ് ബോൾ കൊടുക്കുന്നതിലും അവർ ഇപ്പോൾ വളരെ കംഫർട്ടബിളാണ്. അത്തരത്തിൽ മൊറാട്ടയിലേക്കോ അല്ലെങ്കിൽ കാർവഹാലിലേക്കോ ഒക്കെ അത്തരത്തിൽ ലോങ് ബോളുകൾ ഉനായ് സിമോൺ സെർവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലും അവർ കളിക്കും, കൗണ്ടർ അറ്റാക്കിങ്ങിലും അവർ കളിക്കും. മാത്രമല്ല ഈവൻ മിഡ് ബ്ലോക്കിൽ നിൽക്കാനും അവർ ഓക്കെ ആണെന്നുള്ളതാണ്. അതിപ്പോൾ ജർമ്മനിക്കെതിരെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് അവസാനം അവർ ഗോള് വഴങ്ങുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. പക്ഷേ സ്റ്റിൽ അവർ അങ്ങനെയും കംഫർട്ടബിൾ ആണെന്നുള്ളതാണ്. ഓഫ് ദ ബോളും കംഫർട്ടബിൾ ആണെന്നുള്ളത്. അതുകൊണ്ടാണ് അവർ പൊസിഷനും സറണ്ടർ ചെയ്യാൻ ഓക്കെ ആകുന്നത്. കാരണം അവർക്ക് പൊസിഷൻ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ബോൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനീക്കോ വില്യംസിലൂടെയും ലമീൻ യമാലിലൂടെയും അവരുടെ പേസ് യൂസ് ചെയ്തുകൊണ്ട് ടീമുകളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർക്ക് വെറൈറ്റി രീതിയിൽ ഒപ്പോസിഷൻ ടീമുകളെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം സാക്ക ഒരു മേജർ ത്രെട്ടാണ്. അതുപോലെ തന്നെ ഫോർഡൻ ആ ഒരു പോക്കറ്റ് ഓഫ് സ്പേസ് അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ടേൺ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. ലോങ് ഷോട്ടുകൾ, ഫോർഡൻ്റെ ലോങ് ഷോട്ടുകൾ ചിലപ്പോൾ ഈ മത്സരത്തിലായിരിക്കും ഇംഗ്ലണ്ടിന് ഗുണം ചെയ്യാൻ സാധ്യതയുള്ള. കഴിഞ്ഞ മത്സരത്തിൽ ഓൾമോസ്റ്റ് അദ്ദേഹം ഗോൾ അടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ബെല്ലിംഗാമിനെ സംബന്ധിച്ചോളം ആ ലെഫ്റ്റിൽ അത്ര കംഫർട്ടബിൾ ഒന്നുമല്ല. പക്ഷേ അഗെയിൻ അദ്ദേഹം ഈ എന്താ പറയുക ലോങ് റേഞ്ച് അറ്റംപ്റ്റുകൾ നടത്തുന്നത് നല്ലതായിരിക്കും ഈ മത്സരത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഉനായ് സിമോൺ അത്ര മികച്ചൊരു കീപ്പറൊന്നും അല്ല. ഉനായ് സിമോണിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലും ഓൾമോസ്റ്റ് അദ്ദേഹം ഒരു മിസ് കിക്ക് എടുക്കുന്ന നമ്മൾ കണ്ടു, അത് പണിഷ് ചെയ്യപ്പെട്ടില്ല. അതിന് മുമ്പത്തെ മത്സരത്തിൽ മാത്രത്തിലുള്ള മിസ് കിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടതാണ്, അതും പണിഷ് ചെയ്യപ്പെട്ടില്ല. അപ്പോൾ ഫൈനലിൽ അത്തരത്തിലുള്ളൊരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പണിഷ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഉനായ് സിമോണെ എത്രത്തോളം ഇംഗ്ലണ്ട് പ്രസ് ചെയ്യുന്നതാണ്. ഇംഗ്ലണ്ട് അത്ര നല്ല പ്രസ്സിങ് യൂണിറ്റ് ഒന്നുമല്ല. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചാൻസസ് ഉണ്ട്. പ്രസ് ചെയ്യാതെ തന്നെ ചങ്ങായി മിസ് കിക്ക് എടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉനായ് സിമോൺ മിസ്റ്റേക്ക് വരുത്താനുള്ള സാധ്യത. അപ്പോൾ അതൊരു പോസിബിൾ വൾണറബിലിറ്റിയാണ് സ്പാനിഷ് സൈഡിനെ സംബന്ധിച്ചോളം. അത് എത്രത്തോളം ഇംഗ്ലണ്ട് പിന്നെന്താ പറയുക എക്സ്പ്ലോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ തന്നെ കുക്കുരയെ സംബന്ധിച്ചോളം ഈ ബാക്ക് പോസ്റ്റിലേക്കുള്ള ഡെലിവറികൾ, ഏരിയൽ ഡ്യൂലുകൾ വിൻ ചെയ്യുന്നതിൽ ഇപ്പോഴും അതിന് പോരായ്മയുണ്ട്. നമുക്ക് ആ കിമ്മിച്ച് ഹെഡ് ചെയ്തിട്ട് ഫ്ലോറിയാൻ വെഡ്സ് അടിച്ചിട്ടുള്ള ഗോൾ അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ എന്താണ് ഇംഗ്ലണ്ട് സംബന്ധിച്ചോളം ലെഫ്റ്റിൽ നിന്ന് അത്തരത്തിൽ ഡെലിവറികൾ ആര് കൊടുക്കുന്നതാണ്. ലൂക്ക് ഷോ ഇല്ലെങ്കിൽ ആര് കൊടുക്കും? ട്രിപ്പിയറിൻ്റെ ഡെലിവറി എന്തായാലും അത്തരത്തിൽ ആ ഒരു ബാക്ക് പോസ്റ്റിലേക്ക് പോകുന്ന രീതിയിലായിരിക്കില്ല. പിന്നെ ആര് അതിലേക്ക് വരും? സാക്ക അത്ര ഹൈറ്റുള്ളൊരു പ്ലെയർ അല്ല. ഹാരി കെയ്ൻ എന്തായാലും അദ്ദേഹം ഇപ്പോൾ കളിക്കുന്ന രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബോക്സ് പ്രസൻസ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കാറില്ല. അദ്ദേഹം കൂടുതലും ആ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. പക്ഷേ അവിടെ വേണമെങ്കിൽ എന്താണ് ഈ സ്പാനിഷ് സൈഡിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കാം അത്തരത്തിൽ ആ ഒരു ബാക്ക് പോസ്റ്റിലേക്കുള്ള ആ ഒരു ക്രോസിലൂടെയൊക്കെ. പിന്നെന്താണ് നമ്മൾ പിന്നെ ഗെയിം ചേഞ്ചേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ ബെഞ്ചിൽ നിന്ന് അവർക്ക് ഒരുപാട് ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ളതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്. കോൾ പാമർ, ഒലി വാട്കിൻസ്, ഐവൻ ടോണി, ജാരഡ് ബോവൻ,
എബരിച്ചിയേഴ്സ് എന്ന് വേണ്ട അവരെ സംബന്ധിച്ചോളം ഗെയിം ചേഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഇവിടെ സ്പാനിഷ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഗെയിം ചേഞ്ചേഴ്സ് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അപ്പം മത്സരം നീണ്ടുപോകും തോറും, അതായത് ഈവൻ എക്സ്ട്രാ ടൈമിലേക്ക് കടക്കും തോറും അത് ഇംഗ്ലണ്ടിന് കൂടുതൽ ചോയ്സസ് അവർക്ക് ആ ഒരു ബെഞ്ചിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കൂടിയുണ്ട്. പിന്നെ സെറ്റ് പീസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് പീസ് ഇപ്പോൾ സ്പാനിഷ് സൈഡിനെ സംബന്ധിച്ചുള്ള അവർ കംഫർട്ടബിളായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നതൊക്കെ തന്നെയാണ്. പക്ഷേ അവർ ഒരുപാട് അത്തരത്തിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടൊന്നുമില്ല. ഇംഗ്ലണ്ട് സൈഡും ഈ പിന്നെ സെറ്റ് പീസുകളിൽ വൾണറബിലിറ്റി കാഴ്ചവെക്കുന്ന ഒരു സൈഡാണ്. ഇപ്പോൾ കാർവാലൊക്കെ ഹൈറ്റ് കുറവാണ് നോക്കേണ്ട, സെറ്റ് പീസിൽ എഡങ്ങർ പിടിച്ച ചങ്ങായിയാണ്. ലപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് സ്പെയിനെ സംബന്ധിച്ചോളം സെറ്റ് പീസുകളിൽ. അപ്പോൾ സെറ്റ് പീസുകൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാറ്റിലാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫൈനലല്ലേ, അപ്പോൾ അത്തരത്തിലൊരു KG ആയിട്ടുള്ള മത്സരം തന്നെയായിരിക്കും. കാരണം ഫൈനലാണ്, ഇത് തോറ്റാ കഴിഞ്ഞ്, അതല്ലേ സ്ഥിതിയുള്ളത്. ജയിച്ചു കഴിഞ്ഞാൽ കപ്പാണ് വീട്ടിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇനി ആര് ഈ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യും? ഇവിടെ നമുക്ക് യങ് ഫുട്ബോളേഴ്സ് രണ്ട് സൈഡിലുണ്ട്. അപ്പോൾ അതിൽ തന്നെ സാക്കയൊക്കെ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഇംഗ്ലീഷ് സൈഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ യൂറോ ഫൈനലിൽ ഏറ്റ ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ്, അതിൽ നിന്ന് അവർ ഗ്രോ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ മെൻ്റലി ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാക്കയൊക്കെ അത്തരത്തിൽ മെൻ്റലി ഗ്രോ ചെയ്യുന്നതിന് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി റെക്കോർഡുകളൊക്കെ മികച്ചതാണ് അതിന് ശേഷമുള്ളത്. ഈ സ്പാനിഷ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ലമീൻ യമാലൊക്കെ വളരെ ബ്രേവായിട്ടാണ് കളിക്കുന്നത്. നീക്കോ വില്യംസ് ഒക്കെ വളരെ ബ്രേവായിട്ടാണ് കളിക്കുന്നത്. കാരണം അത്രേ പ്രായമുള്ളൂ. മാത്രമല്ല ഈ കോച്ച് മികച്ച രീതിയിലുള്ള കോൺഫിഡൻസ്, ആ ഒരു ഫ്രീഡം ഒക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് അവരുടെ ഗെയിം കളിക്കാനായിട്ടുള്ളത്. ഗാരത്ത് സൗത്ത്ഗേറ്റിനെ സംബന്ധിച്ചോളം എന്താണ്, വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചാണ്, വളരെ എന്താ പറയുക, ഒരു പ്രാഗ്മാറ്റിക് അപ്രോച്ചാണ്. നേരെ മറിച്ച് ഡെലഫിൻ്റെ സംബന്ധിച്ചോളം എല്ലാത്തിൻ്റെ ഒരു മിക്സ്ചറാണ്. ഫ്രീഡം ആ ഒരു പിന്നെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിനും വിംഗേഴ്സിനും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യത്തിൽ ഇവന്മാരൊക്കെ പുറകിലേക്ക് വന്നിട്ട് ഡിഫെൻഡും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ഓഫ് ദ ബോളും ഓൺ ദ ബോളും മികച്ച രീതിയിലൊരു സ്ട്രക്ചർ ഈ സ്പാനിഷ് സൈഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഓപ്പോസിഷൻ ടീമിനെയും ഫുട്ബോൾ കളിക്കാൻ അനുവദിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ആ ഒരു അവസരത്തിൽ എത്രത്തോളം ഇംഗ്ലണ്ടിന് ഈ സ്പാനിഷ് സൈഡിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളത് മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഫൈനലാണ്. ഇനി എന്ത് സംഭവിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? മൊറാട്ടയെ സംബന്ധിച്ചോളം അദ്ദേഹം എത്രത്തോളം ഫിറ്റാണെന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഒടുക്കത്തെ പിന്നെ എന്താ പറയുക കോൺട്രിബ്യൂഷൻ ഡിഫെൻസീവ്ലി കൊടുക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കുറേ കൂടി നമ്മൾ ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഔട്ട്പുട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മത്സരത്തിലാണോ അത് കിട്ടാൻ പോകുന്നത്? പക്ഷേ അദ്ദേഹം ഡ്രോപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ ബാക്കിയുള്ളവർക്ക് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. ഇനി ഈ ഡാനി ഓൾമൊക്കെ വളരെ ക്ലെവറായിട്ടുള്ള ഫുട്ബോളറാണ്. ഈ കൈൽ വാക്കറിൻ്റെ പുറകിലൂടെയുള്ള റണ്ണുകളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ, അതിപ്പോൾ ഫാബിയൻ റൂയിസും അത്തരത്തിലുള്ള റണ്ണുകൾ നടത്തും. അതൊക്കെ കൈൽ വാക്കർ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ്. അതാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ ഇംഗ്ലണ്ട് ജയിച്ചു കഴിഞ്ഞാൽ അതൊരു അൺഡിസേർവിങ് വിക്ടറി ആണെന്നുള്ള രീതിയിലുള്ള വർത്താനൊന്നും പറയരുത്. കാരണം ഫൈനലിൽ വിജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കപ്പടിക്കുന്നവർ തന്നെയാണ് ഡിസേർവിങ് ആയിട്ടുള്ള വിജയികൾ. ഇനി സ്പാനിഷ് സൈഡ് അടിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫെക്റ്റ് ക്യാമ്പയിനായിട്ട് മാറും. 2012 ഫൈനലിൽ ഇറ്റലിക്കെതിരെ കംഫർട്ടബിളായിട്ട് 4-0 എന്നുള്ള സ്കോറിന് വിജയിച്ചതിന് ശേഷം അവർ മറ്റൊരു ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഒരു മേജർ ടൂർണമെൻറ്റിൻ്റെ. അതായത് നാഷൻസ് ലീഗൊന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് എന്താണ് ഈ ബെർലിനിൽ കിരീടം ഉയർത്താൻ സാധിക്കുമോ? അതോ ആദ്യമായിട്ടൊരു ഫോറിൻ സോയിലിൽ ഫൈനലിലേക്ക് എത്തിയിട്ടുള്ള ഇംഗ്ലണ്ട് സൈഡിന് കിരീടം ഉയർത്താൻ സാധിക്കുമോ? ഇംഗ്ലണ്ട് വിമൻ സൈഡിനെ സംബന്ധിച്ചിടത്തോളം റീസെൻ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലൊക്കെ അവർ കിരീടം ഉയർത്താൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റീസെൻ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഫിഫ വിമൻസ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ സ്പെയിനും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് സ്പെയിൻ 1-0 എന്നുള്ള സ്കോറാണ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഫൈനലിൽ ആർക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്? ഗാരത്ത് സൗത്ത്ഗേറ്റിൻ്റെ ടീമിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ യൂറോയിലെ ഫൈനലിലേറ്റ പരാജയത്തിൽ നിന്ന് അവർ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, അവരെത്രത്തോളം ഗ്രോ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കും. മാത്രമല്ല മൊമെൻറ്റ്സുകളിലായിരിക്കും ഒരു പക്ഷേ ഫൈനലുകൾ വിജയിക്കുക. മാച്ച് വിന്നർമാർ രണ്ട് സൈഡിലുണ്ട്. ക്ലച്ച് മൊമെൻറ്റിൽ ആർക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കും? അപ്പോൾ ജൂഡ് ബെല്ലിംഗമൊക്കെ ആ സ്ലോവാക്യക്കെതിരെയുള്ള മത്സരത്തിൽ ക്ലച്ച് മൊമെൻറ്റിൽ ഡെലിവറി ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇവിടെ ലമീൻ യമാൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ക്ലച്ച് മൊമെൻറ്റിൽ ഡെലിവറി ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ പലരും ഈ രണ്ട് സൈഡുകളിലും ക്ലച്ച് മൊമെൻറ്റിൽ ഡെലിവറി നമ്മൾ കണ്ടതാണ്. സാക്ക ഡെലിവറി നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ റോഡ്രി ഡെലിവറി നമ്മൾ കണ്ടിട്ടുണ്ട്, ഡാനി ഓൾമോ ഡെലിവറി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മാച്ച് വിന്നർമാർ രണ്ട് സൈഡിലുണ്ട്. പക്ഷേ ആർക്ക് ഈ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഡെലിവറി ചെയ്യാൻ സാധിക്കും? അതാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഇനി എന്താണ് ഈ നോക്കൗട്ട് മത്സരങ്ങളുടെ ഒരു രീതി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റ് ഫുട്ബോളുകളുടെ ഒരു രീതി? ഒരു പക്ഷേ ടൂർണമെൻറ്റിൽ ഉടനീളം ഫുട്ബോൾ കളിച്ചവർ തന്നെ വിജയിക്കണമെന്നില്ല, അല്ലെങ്കിൽ കപ്പ് നേടി പോകണമെന്നില്ല എന്ന് കരുതി ഓപ്പോസിഷൻ ടീം വിജയിച്ചവർ ഡിസേർവിങ് അല്ല എന്ന് പറയുന്നതും ശരിയല്ല എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഈ ഫൈനൽ പാൻ ഔട്ട് ചെയ്യുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിൽ 27 തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ 10 തവണ വിജയിച്ചിട്ടുള്ള സ്പെയിനാണെങ്കിൽ 14 തവണ ഇംഗ്ലണ്ട് വിജയിച്ചിട്ടുണ്ട്. 3 മത്സരങ്ങൾ സമനിലയിലാണ് പിരിഞ്ഞിട്ടുള്ളത്. ഇനി അവസാനമായിട്ട് ഇവർ ഏറ്റുമുട്ടിയിട്ടുള്ളത് 2018 നാഷൻസ് ലീഗിൻ്റെ ലീഗ് ഫേസിലാണ്. അന്ന് 31 വർഷങ്ങൾക്ക് ശേഷം സ്പാനിഷ് മണ്ണിൽ ഇംഗ്ലണ്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നു 3-2 എന്നുള്ള സ്കോർ ലൈനാണ് അന്ന് സ്പെയിനിൽ ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. റഹീം സ്റ്റെർലിങ്ങിൻ്റെ ബ്രേസ് ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ റഹീം സ്റ്റെർലിംഗ് ഒന്നും ഇപ്പോൾ സ്ക്വാഡിലില്ല എന്നുള്ള കാര്യം ഓർക്കണം. അതിന് തൊട്ടുമുമ്പത്തെ മത്സരം ഇംഗ്ലണ്ടിൽ സ്പെയിനും വിജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സ്പെയിനും ഈ സ്പെയിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വലിയ വ്യത്യാസമുണ്ട്. അത് പ്ലേയിങ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാലും പ്ലെയേഴ്സിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ഇംഗ്ലണ്ട് സൈഡ് അന്നും ഗാരത്ത് സൗത്ത്ഗേറ്റിൻ്റെ കീഴിൽ തന്നെയായിരുന്നു, ഇപ്പോഴും ഗാരത്ത് സൗത്ത്ഗേറ്റിൻ്റെ കീഴിൽ തന്നെയാണ് ഉള്ളത്. അവിടെയും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കോബി മെനുവിനെ പോലെയുള്ള 19-കാരനൊക്കെയാണ് മിഡ്ഫീൽഡിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഡെക്ലൻ റൈസിൻ്റെ കൂടെ. അത്തരത്തിലുള്ള മാറ്റങ്ങൾ. ജൂഡ് ബെല്ലിംഗാം ഒരു സ്റ്റാർ പ്ലെയറായിട്ട് ടീമിലുണ്ട്. ഫിൽ ഫോഡൻ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറായിട്ട് ഈ സൈഡിലുണ്ട്. മാർക്ക് ഗെഹി ഡിഫൻസിൽ ഒരു മെയിൻ മാനായിട്ട് നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. പിന്നെന്താണ്, ഇംഗ്ലീഷ് സൈഡിൻ്റെ സ്പാനിഷ് സൈഡിനെതിരെയുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് വിക്ടറി വന്നിട്ടുള്ള 1931 7-1 എന്നുള്ള സ്കോർ ലൈനാണ്. മുൻ ആഴ്സണലിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഹൈബറിയിൽ അന്ന് സ്പാനിഷ് സൈഡിനെ തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രണ്ട്ലി മത്സരമായിരുന്നു. സ്പാനിഷ് സൈഡിൻ്റെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ബിഗ്ഗസ്റ്റ് വിക്ടറി വന്നുള്ളത് ബെർണബയിൽ 1960 3-0 എന്നുള്ള സ്കോർ ലൈനാണ്. മറ്റൊരു ഫ്രണ്ട്ലി മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ അന്ന് സ്പെയിൻ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ബിഗ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രം സൃഷ്ടിക്കാൻ സാധിക്കും. അങ്ങനെ ചരിത്രം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഗാരത്ത് സൗത്ത്ഗേറ്റ് പിന്നെ സർ ഗാരത്ത് സൗത്ത്ഗേറ്റ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഈ ഗോൾഡൻ ജനറേഷൻ, ഇംഗ്ലണ്ടിൻ്റെ ഗോൾഡൻ ജനറേഷൻ ചരിത്ര പുസ്തകത്തിൽ, ഫുട്ബോളിൻ്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടും. സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം ഈ കിരീടം സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ സ്വന്തമാക്കുന്ന രാജ്യമായിട്ട് മാറാൻ സ്പെയിനിന് സാധിക്കും. ജർമ്മനിയെ മറികടക്കാനുള്ള ഒരു അവസരമാണ് അവരുടെ മുമ്പിലുള്ളത്. 2012 ശേഷം വീണ്ടും യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ കിരീടത്തിൽ മുത്തമിടാനുള്ള ഒരവസരമാണ് അവരുടെ മുമ്പിലുള്ളത്. അവരെയും കാത്തിരിക്കുന്നത് ചരിത്രം തന്നെയാണ്. അപ്പോൾ ആര് ചരിത്രം രചിക്കും? ആർക്കായിരിക്കും കൂടുതൽ പ്രഷർ ഉണ്ടായിരിക്കുക? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലച്ച് മൊമെൻറ്റിൽ ആർക്കായിരിക്കും ഡെലിവറി ചെയ്യാൻ സാധിക്കുക? ഗുഡ് ബൈ.